സിംഗിൾ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ കുറച്ചു പേരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മോഡത്തിൽ നിന്നുള്ള വൈഫൈ സിഗ്നൽ എല്ലാ മുറികളിലും കിട്ടുന്നില്ല എന്നുള്ളത്, പ്രത്യേകിച്ചും 2 നിലയുള്ള വീടുകളിൽ. അതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഉപകരണം. TP-Linkന്റെ RE200 എന്ന വൈഫൈ റേഞ്ച് എക്സ്റ്റൻഡർ ആണിത്. ആമസോണിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് ഏകദേശം 1900 രൂപയായിരുന്നു വില. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ഡ്യുവൽ ബാൻഡിൽ ഏകദേശം 750 Mbps വരെ സ്പീഡ് ലഭിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ റേഞ്ച് എക്സ്റ്റൻഡർ നിങ്ങളുടെ മോഡത്തിൽ നിന്നുള്ള വൈഫൈ സിഗ്നൽ റിസീവ് ചെയ്യുകയും അത് വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിച്ച സിഗ്നൽ വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. വാറണ്ടി കാർഡും ഇൻസ്റ്റാളേഷൻ ഗൈഡുമാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ഡിവൈസ് 3 രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഇനി ഡിവൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡിവൈസിന് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. കാണാനും ഒട്ടും മോശമില്ല. ഒരു പ്രീമിയം ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഡിവൈസിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. ആദ്യത്തേത് WPSൻ്റെ ഇൻഡിക്കേറ്ററാണ്. രണ്ടാമത്തേത് പവറിൻ്റെയും. മൂന്നാമത്തേത് ഇഥർനെറ്റിൻ്റെയാണ്. ഇഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ ലൈറ്റ് ഓൺ ആകുന്നത്. നാലാമത്തേത് മോഡത്തിൽ നിന്നുള്ള വൈഫൈ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. മോഡത്തിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നില്ലെങ്കിൽ ലൈറ്റ് ഓൺ ആവുകയില്ല. സിഗ്നൽ സ്ട്രെങ്ത് കുറവാണെങ്കിൽ റെഡ് ലൈറ്റ് തെളിയും. അപ്പോൾ എവിടെയാണോ സിഗ്നൽ കുറച്ചുകൂടി കൂടുതൽ ലഭിക്കുന്നത് അങ്ങോട്ട് ഡിവൈസ് മാറ്റേണ്ടി വരും. വൈഫൈ സിഗ്നൽ ഓക്കെ ആണെങ്കിൽ ഗ്രീൻ സിഗ്നലാണ് ഓൺ ആയി വരുന്നത്. ലാസ്റ്റത്തെ 2 ലൈറ്റ്സ് ഏത് വൈഫൈ ബാൻഡിലാണ് നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിരിക്കുന്നത് എന്നതിൻ്റെയാണ്. 2.4 GHz നമ്മുടെ മോഡത്തിൻ്റെ വൈഫൈ ബാൻഡെങ്കിൽ ആ ലൈറ്റ് ആണോ ഓൺ ആകുന്നത്. ഇതിലൊരു ഇഥർനെറ്റ് പോർട്ട് നൽകിയിട്ടുണ്ട്. PC, TV, ഗെയിമിംഗ് കൺസോൾ എന്നിവയൊക്കെ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. വയർലെസ് നെറ്റ്വർക്ക് ഷെയർ ചെയ്യുന്നത് കൂടാതെ വയർഡ് ഉപകരണങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വയർലെസ് അഡാപ്റ്ററായും ഇതിന് പ്രവർത്തിക്കാനാകും. ഇനി ഇത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിവൈസ് പ്ലഗിൽ കണക്ട് ചെയ്യുക. ഡിവൈസ് ഓൺ ആയതിനു ശേഷം TP-Link എക്സ്റ്റൻഡർ എന്നൊരു നെറ്റ്വർക്ക് നെയിം അവൈലബിൾ നെറ്റ്വർക്കിൽ കാണാവുന്നതാണ്. ഇതൊരു ഓപ്പൺ നെറ്റ്വർക്കാണ്. അതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് വെബ് ബ്രൗസറിൽ കൂടി TP-Link-repeater.net എന്ന സൈറ്റിൽ സന്ദർശിക്കുക. അതിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഡിവൈസിൻ്റെ ലോഗിൻ പാസ്വേഡാണിത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന വിൻഡോയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ സ്കിപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ പേര് പാസ്വേഡും കാണിക്കും. അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ എക്സ്റ്റൻഡറിൻ്റെ പേരും പാസ്വേഡും നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. 2.4 GHz-ലും 5 GHz-ലും ഉള്ള 2 ഔട്ട്പുട്ട് സിഗ്നൽസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. കോൺഫിഗറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി എവിടെയാണോ വൈഫൈ സിഗ്നൽ കുറവുള്ളത് അങ്ങോട്ടേക്ക് നമുക്ക് ഡിവൈസ് മാറ്റി വെക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്